السلام عليكم ورحمة الله وبركاته. الحمد لله حمدا طيبا كثيرا مباركا فيه كما يحب ربنا ويرضى، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد. അറഫയിലും മുസ്ദലിഫയിലും എല്ലാ ഹാജിമാർക്കും ഖസുറും ജമ്മും അനുവദനീയമാണോ എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, അറഫയിൽ താമസിക്കൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ്. അറഫ ഒഴിവായാൽ ഹജ്ജ് നഷ്ടപ്പെടുന്നതാണ്. മറ്റു ചിലതിനെല്ലാം ഉപേക്ഷിച്ചാൽ പ്രായശ്ചിത്തവും മറ്റു പരിഹാരങ്ങളുണ്ടെങ്കിലും അറഫ താമസം വിട്ടുപോയാൽ ഹജ്ജ് നഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഹജ്ജിൻ്റെ പ്രധാന ഘടകമായ വിശുദ്ധ അറഫ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സദസ്സാണ്. മുടി ജടക്കുത്തി ശരീരത്തിൽ പൊടി പുരണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു കൊണ്ടുള്ള പുറപ്പാടാണിത്. ഉരുകുന്ന കൽബും ഒഴുകുന്ന കണ്ണും ശാന്തമായ ശരീരവുമായി ആത്മാർത്ഥബോധത്തോടെ അറഫയിലേക്ക് നീങ്ങണം. തൽബിയത്തും മറ്റു ദിക്റുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദുൽഹജ്ജ് 9 സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും നീങ്ങിയതു മുതൽ 10-ാം ദിനം പ്രഭാതം വരെയാണ് അറഫയിൽ നിൽക്കേണ്ട സമയം. ഇതിനുള്ളിൽ അല്പസമയമെങ്കിലും അറഫ അതിർത്തിക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. പ്രത്യേക നീയത്തോ ഉദ്ദേശമോ നിർബന്ധമില്ലതാനും. കാണാതായവരെ അന്വേഷിച്ച് അതിലൂടെ നടക്കുകയോ വാഹനത്തിൽ അതുവഴി വിട്ടുകിടക്കുകയോ ചെയ്താലും മതി എന്നാണ് നിയമം. ഒരു വേള ഉറക്കിലായാലും വിരോധമില്ല. നിശ്ചിത സമയത്താകലും സ്വബോധത്തോടു കൂടിയാകലും നിർബന്ധമാണ് എന്ന് മാത്രം. എന്നാലോ അബോധാവസ്ഥയോ ലഹരിയോ ഉള്ളവരുടെ താമസം പരിഗണിക്കപ്പെടുകയില്ല എന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ശാഫിഈ മദ്ഹബ് പിന്തുടരുന്ന യാത്രക്കാരായ ഹാജിമാരും അതുപോലെ ഖസുറും ജമ്മും ഹജ്ജിൻ്റെ ഭാഗമായി കാണുന്ന മറ്റു മദ്ഹബുകാരും അറഫയിൽ ളുഹുറും അസ്റും അതുപോലെ മുസ്ദലിഫയിൽ മഗ്രിബും ഇശാവും ഖസുറും ജമ്മുമാക്കി നിസ്കരിക്കുകയായിരിക്കും ചെയ്യുക. അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ രീതി. ഇവരെ കണ്ട് അല്ലെങ്കിൽ ഇത് കണ്ട് യാത്രക്കാരല്ലാത്ത ശാഫിഈ മദ്ഹബിലെ ഹാജിമാർ അറഫയിലും മുസ്ദലിഫയിലും ഖസുറും ജമ്മുമാക്കി നിസ്കരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്ന് പ്രത്യേകം ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ശാഫിഈ മദ്ഹബുകാർക്ക് ഖസുറും ജമ്മും എന്നത് പ്രധാനമായും യാത്രക്കുള്ള ഇളവുകൾ മാത്രമാണ്, മറിച്ച് ഹജ്ജിൻ്റെ ഭാഗമല്ല. മറ്റുള്ള ചില മദ്ഹബുകാർക്കാവട്ടെ അറഫയിലും മുസ്ദലിഫയിലും ഖസുറും ജമ്മും എന്നത് ഹജ്ജിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ശാഫിഈ മദ്ഹബുകാരായ യാത്രക്കാരല്ലാത്ത ഹാജിമാർ അറഫയിൽ ഖസ്റാക്കാതെയും ജമ്മാക്കാതെയും അഥവാ പൂർത്തിയാക്കിയും ഓരോ നിസ്കാരവും അതിൻ്റേതായ സമയത്ത് തന്നെ നിസ്കരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ, അറഫയിൽ ളുഹറിൻ്റെ സമയത്ത് ളുഹർ നിസ്കാരം 4 റക്അത്തും അസ്റിൻ്റെ സമയമായാൽ അസ്ർ നിസ്കാരം 4 റക്അത്തും നിസ്കരിക്കുക. ഇങ്ങനെ തന്നെയാണ് ശാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണവും. ഓർക്കുക, അറഫയിൽ ളുഹറും അസ്റും അതുപോലെ മുസ്ദലിഫയിൽ മഗ്രിബും ഇശാവും ഖസ്റാക്കാതെ ജമ്മാക്കി മാത്രം നിസ്കരിക്കാമെന്ന് അപ്രബലമായ ഒരു 2ാം അഭിപ്രായം ശാഫിഈ മദ്ഹബിൽ തന്നെയുണ്ട്. അഥവാ ഇത്തരം സ്ഥലങ്ങളിൽ ജമ്മാക്കി നിസ്കരിക്കൽ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചുരുക്കം. ആവശ്യക്കാർക്ക് ഈ 2ാം അഭിപ്രായം പിടിച്ച് അറഫയിലും മുസ്ദലിഫയിലും ഖസ്റാക്കാതെ ജമ്മാക്കി മാത്രം നിസ്കരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ പിന്നെ പൂർണ്ണമായി മഗ്രിബ് വരെ ദിക്ർ ദുആകളിലായി മുഴുകാമെന്ന സൗകര്യവും സുഖവും ലഭിക്കുമെന്ന പ്രത്യേകത കൂടി ഇതിന് ലഭിക്കുന്നതാണ്.
വിശദ പഠനത്തിന് വേണ്ടി തുഹ്ഫ ഷർവാനി സഹിതം വോള്യം 4 പേജ് 106 നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ നിങ്ങളുടെ അടുത്ത പരിചയത്തിലുള്ള പണ്ഡിതരെ കണ്ട് നിവാരണം വരുത്തേണ്ടതാണെന്ന് കൂടി സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഖസ്ർ, എന്താണ് ജമ്മ് എന്നുകൂടി പറഞ്ഞ് ഞാൻ വിഷയം അവസാനിപ്പിക്കാം. എന്താണ് ഖസ്ർ? 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി ചുരുക്കി നിർവഹിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 4 റക്അത്തുള്ള ളുഹർ നിസ്കാരത്തെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുക. എന്താണ് ജംഅ്? 2 നേരത്തെ നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസറും, അതുപോലെ അസറിൻ്റെ സമയത്ത് അസറും ളുഹറും കൂടി നിസ്കരിക്കുന്ന രീതിയാണ് ജംഅ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങളിൽ സഹായികളാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.